സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാര ശേഷം ദുആ ചെയ്യുമ്പോൾ ഈമാന് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവത്തോടെ രണ്ടാമത് ദുആ ചെയ്തിരുന്നത് ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചില ആളുകൾ ദ്വാരക്കുന്നു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമതൻ ഫിദ്ദീൻ. എന്റെ ദീൻ ഫസാദാവാൻ പാടില്ല. ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ, ദീൻ ഫസാദായി പോകുന്ന കാലഘട്ടമാണ്. സർക്കാർ രേഖയില്, പള്ളിക്കമ്മിറ്റിയുടെ രേഖയിലൊക്കെ മുസ്ലിം കാസ്റ്റ് രേഖപ്പെടുത്തി മുസ്ലിം ആയിരിക്കും. ദീൻ ഫസാദായിട്ടുണ്ടാകും, അറിയാതെ കുഫർ വന്ന് ചേർന്ന് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നസ്അലുക സലാമതൻ ഫിദ്ദീൻ വആഫിയതൻ ഫിൽ ജസദ്. ദീനിന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്ത ഉടനെ, നിന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്ത ഉടനെ ഗൗരവത്തോടെ നിങ്ങൾ ചിന്തിക്കുമോ? നിന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്ത ഉടനെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആ ദുആ ഇറക്കണത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലെ മലിനാവസ്ഥ അറിയുമോ? നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് പഠിക്കണം, ദുനിയാവ് പഠിക്കണം. നിങ്ങൾ ഉസ്താദ് പറഞ്ഞു, ദുനിയാവ് മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് സത്യത്തിൽ ആസ്വദിക്കാനുള്ള സ്ഥലം ഇത്. നല്ല റാഹത്തിൽ, നല്ല സന്തോഷത്തില്, നല്ല എന്താ പറയാ, എൻജോയ്മെന്റ്, കംപ്ലീറ്റ്ലി എൻജോയ്മെന്റ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. അല്ലെങ്കിൽ എന്തിനാ പറയുന്നത്? ദുനിയാവിൽ ഇടങ്ങാറാവാനുള്ള പിന്നെ അത് വരക്കണം. എന്തിനാ വരക്കണത്? ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണ്, ദുനിയാവ് രസിക്കാനുള്ളതാണ്. അള്ളാഹു വിഭിന്നങ്ങളായ രുചികൾ പടച്ചത് എന്തിനാണ്? പറയും, എരിവും പുളിയും മധുരവും അത് മനസ്സിലാക്കാനുള്ള നാവിന്റെ ശേഷിയും റബ്ബ് തആല തന്നത് എന്തിനാണ്? രുചികൾ പറ്റില്ലെങ്കിൽ, രുചിക്കാൻ പാടില്ലെങ്കിൽ, കളറുകൾ ആസ്വദിക്കാൻ പാടില്ലെങ്കിൽ, വിഭിന്നങ്ങളായ കളറുകളിൽ പൂക്കളെ പടച്ചത് എന്തിനാണ്? അതിന്റെ സൗഗന്ധികം എന്തിനാണ്? വിഭിന്നങ്ങളായ സുഗന്ധം എന്തിനാണ്? വാസനകൾ ആസ്വദിക്കാൻ പാടില്ലെങ്കിൽ അള്ളാഹു വെച്ചത് എന്ന ചോദ്യം വരും. അപ്പൊ ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണ്, ദുനിയാവ് ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. ദുനിയാവ് ആസ്വദിക്കുമ്പോഴാണ് ഇതിനേക്കാൾ മനോഹരമായ സ്വർഗം എത്ര വലുതാണെന്ന തോന്നൽ ബുദ്ധിമാന്റെ ഹൃദയത്തിൽ വരിക. ബുദ്ധിയില്ലാത്തവനോ എന്തൊക്കെ പറഞ്ഞാലും ദുനിയാവ് ആസ്വദിക്കും, എനിക്ക് മറ്റേത് ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ബുദ്ധിമാന് മാത്രമേ ഖബർ മനസ്സിലാവുള്ളൂ. ഇതിനേക്കാൾ മനോഹരമായ സ്വർഗം എത്ര വലുതാണെന്ന തോന്നൽ ബുദ്ധിമാന്റെ ഹൃദയത്തിൽ വരിക. ബുദ്ധിയില്ലാത്തവനോ എന്തൊക്കെ പറഞ്ഞാലും ദുനിയാവ് ആസ്വദിക്കും, എനിക്ക് മറ്റേത് ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ബുദ്ധിമാന് മാത്രമേ ഖബർ മനസ്സിലാവുള്ളൂ. ഈമാൻ കൊണ്ട് പക്വത നേടിയവർക്ക് മാത്രമേ ഖബർ മനസ്സിലാവുള്ളൂ. ഈമാനിൽ പക്വത നേടിയവർക്ക് മാത്രമേ ഖബർ മനസ്സിലാവൂ, ആഖിറം മനസ്സിലാവൂ, ബർസഖി ലോകവും ആലമുൽ മഹ്ശറും മനസ്സിലാവുള്ളൂ. അല്ലാത്തവരിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ പോകുന്നില്ല, കഥ ഉണ്ടാവില്ല. അപ്പൊ ദുനിയാവാണ് ആദ്യം. ദുനിയാവിനെ മനസ്സിലാക്കണം, ദുനിയാവിനെ അറിയണം, നിങ്ങളുടെ ശരീരത്തെ അറിയണം, ശരീരത്തിന്റെ താല്പര്യത്തെ അറിയണം, ശരീരത്തിൽ ആരോഗ്യത്തിന്റെ വിലയെയും മൂല്യത്തെയും അറിയണം, അതിന്റെ വില അറിയണം, അതിന്റെ മൂല്യം അറിയണം. ഈമാൻ കഴിയോടെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്തിരുന്നു. പള്ളിക്കാട്ടില് മയ്യത്ത് മറവ് ചെയ്യുന്ന പള്ളിക്കാട്ട് പോയാൽ പോലും ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കാൻ പഠിപ്പിച്ച മതാണ്. അവിടെയാണ് ഇതിന്റെ ഗൗരവം. പക്ഷെ നമ്മൾ ആരും ആ ഗൗരവം കാണിച്ചിട്ടില്ല. സ്വന്തം ശരീരം നമ്മൾ മനസ്സിലാക്കിയത് തിന്നാ കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ആരോഗ്യം ഉണ്ടാവുന്ന. തിന്നാ കുടിക്കുക, ആരോഗ്യം ഉണ്ടാവുന്ന ചില ആൾ മനസ്സിലാക്കിയത്. കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉണ്ട് എന്ന് തോന്നിയ ആള് എക്സസൈസ് ചെയ്യാനും പോയി, എന്നിട്ടും സുഖടൊക്കെ ഉണ്ട്. അതാ രസം. ജിമ്മിനൊക്കെ പോയ വമ്പന്മാരുണ്ട്, മസിലൊക്കെ സ്പെഷ്യലായിട്ട് ഉരുട്ടിയിട്ട് അവസാനം നിർത്തി നോക്കുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും സുഖടൊക്കെ വന്നത്. ആരോഗ്യം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ മാത്രം കഴിയുമോ? അതിന് മാത്രം കഴിയുമോ? ഭക്ഷണം കഴിച്ചാൽ മാത്രം ആരോഗ്യം ഉണ്ടാവോ? വെള്ളം കുടിച്ചാൽ മാത്രം ആരോഗ്യം ഉണ്ടാവോ? അത് മാത്രം മതിയോ? അപ്പൊ ഇതൊന്നും ചെയ്യാത്തവർക്കാണോ ഇപ്പോൾ ഉള്ള രോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത്? മഹാമാരക രോഗങ്ങൾ വല്ലാതെ വളർന്നിരിക്കുന്ന ഒരു കാലമാണിത് കേട്ടോ. മഹാമാരക രോഗങ്ങൾ വല്ലാതെ പടർന്നിരിക്കുന്ന ഒരു കാലത്താണ് സംസാരിക്കുന്നത് എന്നത് എന്റെ പ്രിയപ്പെട്ട സദസ്സ് മനസ്സിലാക്കണം. ഇതെന്തിനാ ഇപ്പൊ വയല് പറയണത് എന്ന് ആലോചിക്കരുത് നിങ്ങൾ.
വളരെ ഗൗരവത്തിലാണ്, വളരെ പരിതാപകരമാണ് മനുഷ്യ സമുദായത്തിന്റെ ജീവിതം. ദിനം പ്രതി ആയിരക്കണക്കിന് യുവാക്കളാണ് കരൾ രോഗത്തിൽ പെട്ടുപോകുന്നത്. ദിനം പ്രതി ആയിരക്കണക്കിന് യുവാക്കൾ യുവതികളാണ് കിഡ്നി രോഗം പെട്ടുപോകുന്നത്. ഓരോ മാസവും ലക്ഷത്തിൽ പരം ജനങ്ങൾക്കാണ് പുതുതായി കിഡ്നി രോഗം ഉണ്ടാകുന്നത്. കേരളത്തിൽ 30 ദിവസം കൊണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് കിഡ്നി രോഗം ഉണ്ടാകുന്നു എന്ന് വന്നാൽ ഒരു ദിവസം കിഡ്നി രോഗം ഉണ്ടാകുന്നവരുടെ എണ്ണം എത്രയാണ്? രോഗമുണ്ടാകുന്നു എന്നതല്ല പ്രശ്നം, രോഗം വന്ന് ഡയാലിസിസ് ചെയ്യേണ്ട മാരകമായ അവസ്ഥയിലേക്ക് എത്തുന്നത് 1.5 ലക്ഷത്തോളം ആളുകളാണ് പ്രതിമാസം നമ്മുടെ കേരളത്തിൽ. അങ്ങനെയാണ് അവസ്ഥ. 30, 40 അല്ലെങ്കിൽ 30, 20 ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാര്, കുട്ടികൾ ജീവിതത്തിന്റെ രസം നുകർന്ന് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അതിമാരകമായ കിഡ്നി രോഗം പിടികൂടുകയും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ 2-3 തവണ അത്തരം യൂണിറ്റുകളെ, സെന്ററുകളെ സമീപിക്കുകയും അവസാനം ശരീരം തളരുകയും ജീവിതം മടുക്കുകയും മരിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് സ്വകാര്യമായി ഡോക്ടേഴ്സിനോട് സങ്കടം പറയുകയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ലോകാടിസ്ഥാനത്തിൽ മനുഷ്യന്മാരുടെ ആരോഗ്യം വർദ്ധിച്ചപ്പോ കേരളത്തിൽ ജനങ്ങളുടെ ആരോഗ്യം വളരെ കുറവാണ്, ആയുസ് കുറവാണ്. ലോകത്ത് മനുഷ്യന്മാരുടെ മരണനിരക്ക് കുറഞ്ഞു, കേരളത്തിൽ മനുഷ്യരുടെ മരണനിരക്ക് വർദ്ധിച്ചു. കേരളത്തിലാണ് ആളുകൾക്ക് ആയുസ് വളരെ കുറവ്. വേഗം മരിക്കുന്നവർ കേരളത്തിലാണ് കൂടുതൽ. അതുകൊണ്ട് ആ മതപ്രഭാഷണ പരമ്പര വെച്ചപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വിഷയത്തെക്കുറിച്ച് അതിന്റെ തുടക്ക ദിവസത്തിൽ തന്നെ സംഘടിപ്പിക്കാൻ സംഘാടകർക്ക് തോന്നലുണ്ടായത് അത് വലിയ കാര്യമാണ്. ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തെ കണ്ടത്. അതിന് സഹായകമായ അധ്യാപനങ്ങളാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അതിന് മാതൃകയാണ് നബിയും സ്വഹാബത്തും. അതിന് മാതൃകയാണ്. അപ്പോ എങ്ങനെ രോഗമുണ്ടാവുന്നത് എന്ന ചോദ്യത്തിന് ലളിതമായി പറയാൻ പറ്റുന്ന ഒരു മറുപടി, ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ദുൽമ ചെയ്യുന്നതിലൂടെയാണ് രോഗം. ഒരു മറുപടി അതാണ്. അത് മാത്രമാണ് മറുപടി എന്ന് മനസ്സിലാക്കരുത് കേട്ടോ. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ദുൽമ ചെയ്യുമ്പോഴാണ് അയാൾ രോഗിയായി തീരുന്നത്. ഇത് മനസ്സിലാക്കി വെക്കണം പോയിന്റാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ദുൽമ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് രോഗം പിടികൂടില്ല. അപ്പൊ ചോദ്യം, പകർച്ചവ്യാധിയോ? പകർച്ചവ്യാധി എന്ന് പറയുന്ന ഒരു രോഗമില്ല. ഇയാൾ ഏത് കാലത്തായി ജീവിക്കണേ? പകർച്ചവ്യാധി ഇല്ലേ? നല്ല ആളെയാണ് കബീർ സാഹിബ് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചത്. പകർച്ചവ്യാധി ഇല്ല ഒരു പബ്ലിക് സ്റ്റേജിലായി പറയണത്. അത് നേരത്തെ പറഞ്ഞ വിദ്യാസമ്പന്നരുടെ മഹാസംഗമം നടത്താൻ പറ്റുന്ന ഒരു കാലത്ത് അറിയാണ്ട് വായ്മെന്ന് വീണ് പോയതാന്ന് തോന്നണ്ടല്ല. എന്ന് പറയുന്നൊരു ഹദീസ് കാണും. രോഗം പകരില്ല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗപ്പകർച്ചയില്ല. പകർച്ചവ്യാധി എന്ന പേര് പറഞ്ഞ് കേരളം വിറങ്ങലിച്ചപ്പോൾ കോഴിക്കോട് ജില്ല പ്രത്യേകിച്ചും വിറങ്ങലിച്ചപ്പോൾ രോഗം പകരില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസ് എന്ന പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സംവിധാനം ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കേരളത്തിലെ ആരോഗ്യ വകുപ്പിലും രേഖാമൂലം ഞങ്ങൾ ഇത് അവതരിപ്പിച്ചിരുന്നു. അല്ലാതെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു തെക്കാവിന്റെ മുമ്പിലിരുന്ന കുറച്ച് സാധാരണക്കാരോട് പറയണല്ലേ ഇത്. രോഗം പകരില്ല, രോഗമിറങ്ങലാണ്. ചില രാത്രികളിൽ കൊല്ലത്തിൽ എല്ലാ വർഷത്തിലും ചില രാത്രികളിൽ ആകാശമേലാപ്പിൽ നിന്ന് ചില പ്രത്യേക രോഗങ്ങൾ അല്ലാഹു ഇറക്കും. ആ സമയത്ത് ആരൊക്കെ ആ രോഗം വരാൻ കാരണക്കാരായി നിൽക്കുന്നുവോ, ശ്രദ്ധയില്ലാതെ ആരൊക്കെ ആ രൂപത്തിൽ നിൽക്കുന്നുവോ, തുറന്നു വെച്ച പാത്രമുള്ള വീട് ഏതൊക്കെയാണോ, തുറന്നു വെച്ച പാത്രങ്ങളുള്ള വീട് ഏതൊക്കെയാണോ, ബ്രഷ് ചെയ്യാതെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരൊക്കെ ഏതൊക്കെയാണോ, വിരുപ്പ് വൃത്തിയാക്കാതെ കിടന്നുറങ്ങുന്ന വീട്ടുകാരേതൊക്കെയാണോ, اللهم احفظنا في ظلمة الليل. ഈ ദുആ എന്തിനാണ്? ഈ ദുആ എന്തിനാണ്? നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കണം,
അള്ളാന്റെ ദീൻ മനസ്സിലാക്കാത്തടത്തോളം കാലം വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരും. വിവരമുള്ള ആളുകളോട്, ഖുർആൻ കയ്യിലുള്ള ആളുകളോട് വിവരമില്ലാത്ത ആള് വർത്താനം പറഞ്ഞ് പേടിപ്പിക്കാം. ഖുർആനിന്റെ അഹിലുകാരെ ഖുർആൻ അറിയാത്തവർ ഇൽമ പഠിപ്പിക്കാം. അതൊരു അബദ്ധാണ്. ഖുർആനല്ലേ ഇൽമ. നിങ്ങളുടെ ഒരു നിർഭാഗ്യത്തിന്റെ കടുപ്പം ഞാനതാ ചിന്തിക്കണം. നിങ്ങളുടെ ഒരു നിർഭാഗ്യത്തിന്റെ കടുപ്പം നോക്കിയാ അറിവ് കുറഞ്ഞവരോ അറിവില്ലാത്തവരോ ശരിയായ അറിവില്ലാത്തവരോ പറയണത് കണ്ട് പേടിക്കേണ്ടവരാണോ നമ്മൾ? നിപ്പ വൈറസിന്റെ പേര് പറഞ്ഞിട്ട് കേരളത്തെ വല്ലാതെ ഭയപ്പെടുത്തിയ കാലത്ത് ഞങ്ങൾ പറഞ്ഞു വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്. രോഗാണുവിന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്കോ അന്തരീക്ഷത്തിൽ നിന്നൊരു ശരീരത്തിലേക്കോ വസ്തുവിലേക്കോ നീങ്ങാൻ കഴിയും. രോഗത്തിന് നീങ്ങാൻ കഴിയില്ല. രോഗം നീങ്ങില്ല. രോഗാണു നീങ്ങിയേക്കാം. മരിച്ചാളുടെ വീട്ടിൽ മരിക്കാത്ത ആളുകൾ ഉണ്ടായിട്ടില്ലേ? ആദ്യം മരിച്ച വ്യക്തിയുടെ വീട്ടിൽ മരിക്കാത്ത വ്യക്തി ഇപ്പില്ലേ? ഉണ്ടോ? ഇല്ലേ? അന്നേരം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ പേരക്കന്റെ കഥയാ പറയാ, ബബ്ബാലിന്റെ കഥയാ പറയാ. പിന്നെ ബബ്ബാലി രോഗം വരുത്ത പക്ഷിയല്ലേ? ഖുർആൻ മഹത്വപ്പെടുത്തിയ പക്ഷി എന്നതുപോലും നമുക്ക് ആർക്കും ഓർമ്മ വന്നില്ല. ഖുർആൻ മഹത്വപ്പെടുത്തിയ പക്ഷി, ഹദീസിലൂടെ മഹത്വപ്പെടുത്തിയ പക്ഷി, മുത്തുനബി വലിയ പൊരിശ പറഞ്ഞൊരു പക്ഷി, അത്ര ഒരു ആളുകൾക്കിടയിൽ മരണം വിതക്കുന്ന പക്ഷിയാക്കി അവതരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. ബബ്ബാൽ അവിടെ പോലും ഇസ്ലാമിക ജ്ഞാന ഗ്രന്ഥ ലോകങ്ങൾ തുറന്നു നോക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നിർഭാഗ്യം. മാറണം നമ്മൾ. ഖുർആനിലേക്ക് തിരിച്ചു വരണം. അല്ലാഹുവേ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഖുർആനിലേക്ക്. ഞാൻ മുസ്ലിമാണ്, വമാ അന മിനൽ മുശ്രിക്കീൻ. ചുമ്മാ പറയണല്ല, ചുമ്മാ പറയണ സംസ്കാരമായി എടുക്കണം. രാത്രി കമിഴ്ത്തി വെക്കാത്ത പാത്രങ്ങളുള്ള വീട്ടുകാര്, ആവശ്യം കഴിഞ്ഞ് മൂടി വെക്കാത്ത പാത്രങ്ങൾ സൂക്ഷിച്ച വീട്ടുകാര്. അപ്പൊ രാത്രികളിൽ, ചില രാത്രികളിൽ, എല്ലാ വർഷത്തിലെയും ചില രാത്രികളിൽ ചില രോഗങ്ങൾ ഇറങ്ങും. രോഗം അല്ലാഹുവിൽ നിന്നിറങ്ങലാണ്. മാ അൻസലല്ലാഹു ദാഅൻ. രോഗം ഇൻസാൽ ഇറങ്ങലാണ്. അത് പരക്കലുണ്ടോ ഇല്ല? അത് പരക്കലുണ്ടോ ഇല്ല? ഇറങ്ങുമ്പോ ഇപ്പൊ ഇവിടെ മഴ പെയ്തു, നിങ്ങൾ അവിടെ പന്തൽ കെട്ടാത്തോണ്ട് നിങ്ങൾക്കൊക്കെ മഴ കൊള്ളും, ഞങ്ങൾക്ക് കൊള്ളില്ല. കൊള്ളു നമുക്ക് മനസ്സിലായില്ല? അർത്ഥം മനസ്സിലായില്ലേ? അർത്ഥം മനസ്സിലായോ? മഴ ഇറങ്ങി, നിങ്ങൾ മഴ കൊണ്ടു, ഞങ്ങൾ മഴ കൊണ്ടില്ല. ഞങ്ങൾ സേഫ് നാലാണ്. എന്റെ സൂത്രവാക്യം അതാണ്. അപ്പൊ സ്വന്തം ശരീരത്തോട് ദുൽമ ചെയ്താൽ, സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ശിക്ഷയായി വരുന്നതാണ് രോഗമെന്ന് ഖുർആൻ. വമൻ യഅമൽ സൂഅൻ യുജ്സാ ബിഹി. ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ രോഗം വരുന്ന വിഷയം ചർച്ച ചെയ്യാൻ ഫത്ഹുൽ ബാരി 2-ാം വാള്യത്തിൽ ഈ ആയത്തിനെ കൊണ്ടുവരികയാണ്. സൂറത്തു നിസായിലെ ഈ ചെറിയ ഭാഗത്തെ കൊണ്ടുവരികയാണ്. ഒരു മനുഷ്യന്റെ കർമ്മം ചീത്തയായാൽ എങ്ങനെ രോഗം ഉണ്ടാകണത്? വൽഹാസിലു അന്നൽ മർള കമാ ജാസ അൻ യകൂന എന്ന് തുടങ്ങുന്ന ഒരു ഇബാറത്ത് ഫത്ഹുൽ ബാരിയിൽ കാണാം. എങ്ങനെ രോഗം തുടങ്ങുന്നത്? ഒരു മനുഷ്യന്റെ കർമ്മം ചീത്തയായാൽ, ഇത് ദുനിയാവിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം കേട്ടോ. രോഗം വരാന്ന് മാത്രമല്ല, നമുക്ക് പരിചയമുള്ള ചികിത്സകൾ രോഗം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് പഠിച്ചോളി നന്നായിട്ട്. രോഗം വരിക എന്നതിനേക്കാൾ ഭയപ്പെടേണ്ടത്, രോഗത്തിന് വേണ്ടി ചികിത്സിച്ചാൽ ശരീരത്തിൽ പുതിയ രോഗമുണ്ടാകുന്ന കാലഘട്ടമാണിത്. മരുന്ന് കുടിച്ചതിന്റെ പേരിൽ പ്രതിരോധ സംവിധാനം താറുമാറാകുന്ന കാലമാണിത്. വേദനാ സംഹാരിക്ക് വേണ്ടി, വേദന ഇല്ലാണ്ടാക്കാൻ വേണ്ടി മരുന്ന് കുടിച്ചതാണ്. ഇടയിൽ വരുന്ന, വല്ലപ്പോഴൊക്കെ വരുന്ന വേദന ഇല്ലാണ്ടാക്കാൻ മരുന്ന് കുടിച്ചതാണ് പെയിൻ കില്ലർ. അവസാനം കിഡ്നി തകർന്നു പോയി. കുടിച്ചത് മരുന്നാണെന്നാ വിശ്വാസം. സംഭവിച്ചതോ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന അവയവം താറുമാറായി.